വാഹനത്തിന്റെ മുകളിലെ സ്ക്രീനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് രശ്മിയുമായി സാമ്യമുള്ള ബ്ലൂ ലൈറ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ ശരീരകോശങ്ങളെ ശിഥിലമാക്കാൻ മാത്രം കഴിവുള്ളതാണ്. ഇത് ആത്മീയതയിലും ഒട്ടും കുറവുള്ളതല്ല. സോഷ്യൽ മീഡിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ നന്മകളും ദോഷങ്ങളുമുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ അതിന്റെ നന്മകളെക്കാളേറെ അതിന്റെ ദൂഷ്യഫലങ്ങളും ചതിക്കുഴികളുമാണ്. ദഅവത്തിന്റെ പേരിൽ പ്രബോധനത്തിന്റെ തുറപ്പുചീട്ടിൽ തന്നെ മുഅ്മിനീങ്ങൾ തന്നെ സ്വന്തം ചിന്തകൾക്കനുസരിച്ച് ഫിഖ്ഹി മസ്അലകളും ഖുർആനിക സൂക്തങ്ങളും ഹദീസുകളും തങ്ങളുടെ ആശയങ്ങളുമായി വിയോജിക്കാത്ത രീതിയിൽ പ്രമാണങ്ങളെ വളച്ചുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് കാലത്തെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്ന ഒരു സംഭവം സന്ദർഭോചിതമായി നിങ്ങൾക്ക് മുമ്പിൽ വിവരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സാധാരണക്കാരൻ, ഒരു സഹോദരൻ, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മരണകാരണം അദ്ദേഹത്തിന് കൊറോണ രോഗം വന്നതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റിതര ശാരീരിക രോഗം കൊണ്ടോ അല്ല, മറിച്ച് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം രോഗിയാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്ത പോസ്റ്റ് കണ്ട് മനം തോന്നാണ് അദ്ദേഹം മരിച്ചത്. അതേ, ഹൃദയം പൊട്ടി മരിച്ച ഒരു സാധാരണക്കാരന്റെ നാട് കൂടിയാണ് നമ്മുടെ കൊച്ചു കേരളം. സോഷ്യൽ മീഡിയ നാം മനസ്സിലാക്കേണ്ടത് ഇരുതലമൂർച്ചയുള്ള ഒരു കത്തിയെ പോലെയാണ്. കാരണം രണ്ട് ദ്രവങ്ങളുള്ള ഇരുതലമൂർച്ചയുള്ള കത്തിക്ക് അതിന്റെ രണ്ട് ദ്രവങ്ങൾക്കും ശക്തിയേറെ കഴിവാണുള്ളത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു വഴിയുടെ ഏറ്റവും ഉന്നതിയിലെത്താൻ സാധിക്കുമോ അതുപോലെ തന്നെ ഏറ്റവും അന്ധകാരത്തിന്റെ അടിത്തട്ടിലെത്തിക്കാനുള്ള വഴിയും സോഷ്യൽ മീഡിയ സജ്ജമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നു, ലിയഅലമല്ലാഹു മൻ യഖാഫുഹു ബിൽ ഗൈബ്. അള്ളാഹു അറിയാത്തതായി യാതൊന്നുമില്ല, അവനിൽ നിന്നും യാതൊന്നും മറച്ചു വെക്കുന്നതുമില്ല. നിങ്ങളുടെ ഹൃദയം മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന ഓരോ കാര്യങ്ങളും മാത്രമല്ല, നിങ്ങളുടെ കള്ളനോട്ടങ്ങൾ പോലും വീക്ഷിക്കുന്ന ഒരു ഏകനായ ഇലാഹ് നിങ്ങളുടെ മുകളിലുണ്ടെന്ന ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അവനെ സൂക്ഷിച്ചു കൊള്ളുക. സഹോദരങ്ങളെ, നാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. കാരണം ഏത് ഗതിയിലും നമ്മൾ ഏതൊരു വെബ്സൈറ്റിലേക്കും എത്തിപ്പെടാം. ആ വെബ്സൈറ്റിൽ നിന്നും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് തിരിച്ചിറങ്ങാൻ സാധിക്കണം. അതാണ് ഒരു സത്യവിശ്വാസിയുടെ, ഒരു മുത്തഖിയായ മനുഷ്യന്റെ, ഒരു മുഅ്മിനിന്റെ അടയാളം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള മുത്തഖീങ്ങളിലും മുഅ്മിനീങ്ങളിലും നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.